ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പം നമ്മുടെ ചാനലിൽ ഇന്ന് ഇടുന്ന എൻ്റെ ഓഡിയോ കൂടെ ചേർത്തിട്ടുള്ള ഒരു പുതിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഗെയിം എന്ന് പറയുവാണെങ്കിൽ നറൂട്ടോ ഷിപ്പൂഡൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ഇതിനകത്തുണ്ട്. നോക്കുവാണെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ് നമ്മുടെ നറൂട്ടോയും പിന്നെ സാസുകയും സാക്കുറേനെയും കാണാവുന്നതാണ്. പിന്നെ നമ്മൾ ഹീറോസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കുറേ ഹീറോസ് ഉണ്ട്. നോക്കുകയാണെങ്കിൽ നറൂട്ടോൻ്റെ ഈ സേജ് മോഡിൽ നിൽക്കുന്ന ഇതുമുണ്ട്. പിന്നെ സാസുക്കയുണ്ട്, സാസുക്കേൻ്റെ തന്നെ വേറെയുണ്ട്. പിന്നെ കക്കാഷി, ഗാര, ഇറ്റാച്ചി, മാദ്ര, ഒബീറ്റോ, പിന്നെ ഹിനാറ്റ, പിന്നെ നമ്മുടെ സാക്കുറ, പിന്നെ മിനാറ്റോ, പിന്നെ പെയിൻ, പിന്നെ നമ്മുടെ ഫസ്റ്റ് ഹോക്കാഗെ ഹാഷിറാമ സെഞ്ചു, പിന്നെ നമ്മുടെ റോക്ക്ലി, പിന്നെ നമ്മുടെ ഹോഗോറോമ ഒച്ചുസുഗി, പിന്നെ ഒറോച്ചിമാറും ഉണ്ട്, ഇവിടെ സുനാഡയും ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന സ്ക്വാഡ്, അപ്പോൾ നമ്മുടെ കൂടെ ഇന്നത്തെ സ്ക്വാഡായിട്ട് നിൽക്കാൻ വേണ്ടി നറൂട്ടോ ഷിപ്പൂഡനത്തെ നറൂട്ടോ ഉസുമാക്കി, പഴയ നമ്മുടെ സാസുകെ ഉച്ചിഹ, പിന്നെ നമ്മുടെ ഹറുനോ സാക്കുറ, ഇത്രയും പേരാണ് നമ്മുടെ കൂടെ ഇന്നത്തെ നമ്മുടെ സ്ക്വാഡിലുള്ളത്. അപ്പം ഈ ഗെയിമിൻ്റെ പേര് സ്റ്റിക്മാൻ നിഞ്ച 3v3 എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്കെന്നാലും ഒരു കളി കളിക്കാം. സ്റ്റാർട്ട് എന്ന് കൊടുക്കുമ്പോൾ സ്റ്റോറി മോഡ് ടൂർണമെൻറ്റ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നറൂട്ടോ ഷിപ്പൂഡൻ എന്ന് പറയുന്ന നറൂട്ടോ എന്ന് പറയുന്ന ആ ഒരു ആനിമെ കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് കാണുന്ന ചുനിൻ എക്സാമിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. ഇപ്പം നമ്മളെ കണ്ടില്ലേ, നമ്മുടെ ടീം നറൂട്ടോ ഉണ്ട്, മാദ്രയുണ്ട്, സാസ്കയുണ്ട്, കക്കാഷിയുണ്ട്, ഹാഷിറാമയുണ്ട്, ഹിനാറ്റ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഇപ്പുറത്തും ഉണ്ട്. അപ്പം ഇവരെല്ലാവരും ചുനിൻ എക്സാമിൽ ജയിക്കണം, നമ്മൾ തിരിച്ചവരെ അടിക്കണം. അതാണ് നമ്മുടെ ഇതിനകത്ത് ടൂർണമെൻറ്റിനകത്ത് പ്രത്യേകത. പിന്നെ നമ്മൾ സ്റ്റോറി മോഡെന്നും പറഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇത്രയും ഒരിത് ഈ ടീം 7, പിന്നെ ഉച്ചിഹ, പിന്നെ സാൻ വില്ലേജിലെ, പിന്നെ ടീം 7-നകത്ത് സാക്കുറ ഇല്ലാതെ, പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ നമ്മുടെ നറൂട്ടോൻ്റെ ഫുൾ പവറിലുള്ളത് ഇതൊക്കെയാണ്. അപ്പോൾ ടീം 7 വെച്ച് നമ്മൾ ഒന്നാമത്തെ ലെവലിൽ തുടങ്ങും. നമ്മളിപ്പോൾ 12ാമത്തെ ലെവലിലെ ഞാൻ വേറൊരു ഫോണിൽ ഇത് കളിച്ചിട്ട് ഉച്ചിഹയും കഴിഞ്ഞ് ഇപ്പോഴത്തെ ഈ നിൽക്കുന്ന മാക്സ് മോഡ് എന്ന് പറയുന്ന ഈ സാധനം, നറൂട്ടോ നിൽക്കുന്ന ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന സാധനം ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് 12ാമത്തെ ലെവലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കളിക്കാം. ഓക്കെ, ഇപ്പോൾ 12 ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫൈറ്റ് എന്ന് പറഞ്ഞ ഓരോ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ 100/100 എന്ന് പറഞ്ഞ് മണ്ടയ്ക്കൊരു മിന്നലിൻ്റെ ചിഹ്നം കൂടെ കാണിക്കാം. അപ്പോൾ നിങ്ങളതിൽ 100 ഇതുണ്ട്. അപ്പോൾ 5 ഇത് കൊടുക്കണം നമുക്ക് കളിക്കണമെങ്കിൽ. അപ്പം നമ്മൾ ഇത് 5 കൊടുക്കുകയാണ്. What the? Oh, you hungry? You hungry, monkey? Oh. You want me to listen to you? Oh, that's fine. Thank you. I want to have flies, bro. I'm just gonna explore a little bit. Okay. എപ്പോഴും വരും, അത് കുഴപ്പമില്ല. നമുക്ക് തന്നെ എന്തായാലും ഒരു കൊരങ്ങൻ്റെ ഗെയിമാണ്. അപ്പം നമ്മളെ ടീം നറൂട്ടോ vs നമ്മുടെ ഈനോയൊക്കെ ആയിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. എന്തായാലും ബാറ്റിൽ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് കളിക്കാം. ഓക്കെ, നമ്മളെ ആദ്യം തന്നെ അടിച്ചല്ലോ. നമ്മളെ അറ്റാക്കൊക്കെ അവൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്തായാലും അടിക്കാൻ തന്നെയാണ് വിചാരം. തൂക്കി അവള് ഓടിച്ചൊന്നൊരു ഇടി. നമ്മൾ സാസുക്കേനെ എടുത്ത് പറക്ക്. സാസുക്കെ ഫയർ സ്റ്റൈൽ ഫയർ ബോൾ ജുട്സ്. ഓക്കെ, പൊളി മോനെ. സാസുക്കേനെ അവൾ എറിഞ്ഞിട്ടു. കൊല്ലുപിടി. ഞാൻ അൾട്രാ പ്രോമായിട്ടടി അഴുതേ. ഇതൊക്കെ നമുക്ക് പ്രയാസമാണ്. ഓക്കെ, പ്രയാസമാണ്. നമുക്കിന്നത്തെ അടി മാത്രം പറ്റുന്നുള്ളൂ. നമ്മുടെ ഇതിൽ അത്ര ഇതില്ല, അതിൽ ചാക്ര ഇല്ല. ചാക്ര ഉണ്ടെങ്കിൽ ഈ പറഞ്ഞൊന്ന് അടിയാനുള്ള സാധനം നമ്മുടെ നറൂട്ടോ വേറെ ഏതോ ഒരു പാടിയാണ്. നമ്മളെന്തായാലും ഫയർ ബോൾ ജുട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അവനെ തൂക്കി. നമ്മളെന്തായാലും സാക്കുറേനെ എനിക്ക് എന്നും പറഞ്ഞൊരു പരാതി വേണ്ടല്ലോ. സാക്കുറ കാണിച്ചു എൻ്റെ മോനെ എന്നെ തോന്നി അമ്പാടാ. സാക്കുറ ഇപ്പൊ പടവും നറൂട്ടോ വേഴ്സസ് നറൂട്ടോ. ഈ ഫോട്ടോ നറൂട്ടോ അല്ല, നമുക്കറിയാം.
KO അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം ഇതിനകത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഉണ്ട്. അപ്പം നമ്മൾക്ക് സാസുക്കേൻ്റെ ഒരു കാർഡ് കിട്ടി. അപ്പോൾ ഈ കാർഡ് നമ്മൾ 10 ഇരട്ടി ആകുമ്പോഴത്തേക്കാണ് നമ്മൾക്ക് ഇത് കിട്ടുന്നത്. ഓക്കെ, അപ്പം അതായത് നോ താങ്ക്സ് കൊടുക്കാം. ഇനിയിപ്പോൾ ആഡ് കാണും മിക്കവാറും. നമുക്കിനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ലെവൽ കളിക്കാം. പക്ഷെ അന്നേരവും ഈ പാണ്ടി സാധനം പിന്നെ ആടായിട്ട് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആട് കണ്ടോണ്ടിരിക്കണം. ശരി, കാര്യമുണ്ട്. ആട് കാണുമ്പോൾ ഒരു ഇതാ എന്ന് വെച്ചാൽ നമുക്ക് ആകാംക്ഷ കൂടും പിന്നെ ഇത് കളിക്കാൻ വേണ്ടി. നമ്മൾ ഈ വെയിറ്റ് ചെയ്ത് നിൽക്കത്തില്ല. നമുക്ക് ഒരുമാതിരി ഒരു വിരിവിരിപ്പല്ല, ഒരുമാതിരി ഒരു ഇത് തോന്നും. അപ്പം എന്തായാലും അടുത്ത ഫൈറ്റ് നമ്മൾ എടുക്കാൻ പോവുകയാണ്. അടുത്ത ഫൈറ്റ് നമ്മൾ ലീവായിട്ടാണോ ഗൈസ്? ലീവ് അടിച്ച് നമ്മളെ തൂക്കം ഗൈസ്. ഫസ്റ്റ് ഈ ബോട്ടനാണ് ഗൈസ് ഇറങ്ങുന്നത്. ഓക്കെ, ബോട്ടനാണവൻ. എന്റെ നറൂട്ടനാവൻ അടിയാണവൻ. എന്തിയാണവൻ? അടി അവനെ തൂക്കുവാ. നറൂട്ടോയ്ക്ക് ദേഷ്യം വരും കഴിഞ്ഞാൽ ഇതിനകത്ത് കുറാമില്ലാത്തോണ്ടല്ല ഞാൻ ആ കുമാരനെ വിളിച്ചത്. അടി അവനെ തൂക്കുക നറൂട്ടോ. റോക്കിലിയാണെങ്കിൽ സൂക്ഷിച്ച് കളിച്ചില്ല, നമുക്ക് അമ്മാക്കി കിട്ടുള്ളൂ. കാരണം റോക്കിലിയുടെ പവർ നറൂട്ടോന്റെ ആനിമി കണ്ടവർക്ക് മാത്രമേ അറിയുള്ളൂ. റോക്കിലിനെ തൂക്കി നമ്മുടെ റാസിംഗൻ പവറാണ്. തൂക്കി കഴിച്ച് അവനെ തൂക്കി KO അടിച്ചു കഴിച്ചു നമ്മളങ്ങനെ. അപ്പൊ എന്തായാലും നമ്മള് ഇപ്പൊ എന്തായാലും ഇത് കുറെ വീഡിയോ ആയി, കുറെ നേരമായി. അപ്പം ഇപ്പൊ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് അടിക്കാൻ ഫോർഗെറ്റ് ചെയ്യരുത് ഗൈസ്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ ഗൈസ്.